ഹലോ എവരി വൺ, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാറ്റമിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിന്റെ മുന്നത്തെ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലേ. നമ്മളത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത, നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഒരു എക്സാമിന് നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്താനും അതുപോലെ കൂടുതൽ പഠിക്കാൻ നമുക്ക് ഒരു ഇനിഷ്യേറ്റീവ് കിട്ടാനും അല്ലേ, കുറച്ചുകൂടെ നമുക്ക് ഒരു ഫയർ കിട്ടാനും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. എത്രത്തോളം PSC ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും നിങ്ങൾ എവിടെ വരെ എത്തി, നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾക്ക് ഇനിയും എത്രത്തോളം കവർ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കാനും ആ ഫയർ കുറച്ചുകൂടി വരാനും ഒക്കെ ഈ ഒരു PYQ ഡിസ്കഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അത്ര ഫയറിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം അല്ലെ. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നോക്കുകയാണ്. അനാറ്റമി ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോഴത്തെ ഡിസ്കഷനിൽ. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ കടക്കാം. ഓക്കെ, നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതായിരിക്കും, അതിന്റെ ഓരോ ഓപ്ഷൻസ് വെച്ചായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെസീസ് റൂൾ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. ഓപ്ഷൻ എ ഫീറ്റൽ ലെങ്ത്, ഓപ്ഷൻ ബി ഫീറ്റൽ വെയിറ്റ്, ഓപ്ഷൻ സി ക്വാണ്ടിറ്റി ഓഫ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്, ഓപ്ഷൻ ഡി ഫീറ്റൽ സർക്കുലേഷൻ. ഈ ഹെസീസ് റൂൾ എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു? ഫീറ്റൽ ലെങ്ത് ആണോ, വെയിറ്റ് ആണോ, ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ ക്വാണ്ടിറ്റി ആണോ, അതോ ഫീറ്റൽ സർക്കുലേഷൻ ആണോ? അറിയുന്നവര് പോസ് ചെയ്ത് വെച്ച് ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്താണ്? അതെ, ഫീറ്റൽ ലെങ്ത് ആണ് കേട്ടോ. ഫീറ്റൽ ലെങ്ത് മനസ്സിലാക്കാൻ വേണ്ടി, അത് മെഷർ ചെയ്യാൻ വേണ്ടി ആണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ ഏജ് മനസ്സിലാക്കുക, അതായത് ഫീറ്റൽ ലെങ്ത്തിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഫീറ്റൽ ലെങ്ത് ഉപയോഗിച്ച് നമ്മൾ അതെ, നമ്മുടെ ഏജ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഏജിൽ നിന്ന് നമ്മുടെ ഫീറ്റൽ ലെങ്ത് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ്. യെസ്, നമ്മൾ എന്താണ് നമ്മൾ നോക്കിയേ, നമ്മുടെ ഹെസീസ് റൂൾ നോക്കാൻ പോവാണ് കേട്ടോ. ഹെസീസ് റൂൾ എന്താണ്? നമ്മുടെ ഫീറ്റസ് അല്ലെങ്കിൽ ന്യൂ ബോണിന്റെ ഏജ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തിന്റെ ബേസിസിൽ? ഫീറ്റൽ ലെങ്ത്തിന്റെ ബേസിസിൽ. അപ്പോ 5 മാസം വരെ, ഫസ്റ്റ് 5 മന്ത്സ് ആണെങ്കിൽ, ആദ്യത്തെ 5 മാസം വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏജിന്റെ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ലെങ്ത് മെഷർ ചെയ്ത് നോക്കും അല്ലേ, കറക്റ്റ് ആണോ എന്ന്. അപ്പൊ നമ്മളിപ്പോ 2 മാസമായ കുട്ടിക്ക് എത്ര വേണം ലെങ്ത്? അതിന്റെ സ്ക്വയർ വേണം അല്ലെ. അപ്പൊ ഇൻ സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ഫീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീറ്റൽ ലെങ്ത് ആണ് അല്ലെ, ലെങ്ത്തിന്റെ ബേസിസിലാണ്. അപ്പൊ ലെങ്ത്തിന്റെ എന്താണ്, നമ്മൾ ആദ്യത്തെ 5 മാസമാണെങ്കിൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഏജ്. എന്താണ്? ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഏജിന്റെ സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത 5 മാസം, ആഫ്റ്റർ ദ ഫസ്റ്റ് 5 മന്ത്സ്, അതിന് ശേഷമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ലെങ്ത്, സെന്റിമീറ്ററിലുള്ള ലെങ്ത് ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമ്മൾ ഏജ്, മാസത്തിലെ ഏജ് കിട്ടണം, ഏജ് ഇൻ മന്ത്സ്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ്, ഇതും ഏജ് ഇൻ മന്ത്സ് ആണേ. അപ്പോൾ കൊച്ചു കുട്ടികളുടെ കാര്യമാണ് ഈ ഫീറ്റൽ ലെങ്ത് മെഷർ ചെയ്യുന്നത്. ന്യൂ ബോൺ അല്ലെങ്കിൽ ഫീറ്റസിന്റെ നമ്മൾ എന്താണ് ആ ലെങ്ത് മെഷർ ചെയ്ത് നോക്കും. അപ്പോൾ എന്താണ് ലെങ്ത് എന്ന്? ആദ്യത്തെ 5 മാസത്തിലാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏജിന്റെ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, ആദ്യത്തെ 5 മാസം വരെ അങ്ങനെ ആയിരിക്കും അല്ല. അപ്പൊ 2ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ലെങ്ത് 4 സെന്റിമീറ്റർ ആയിരിക്കും, 3ാമത്തെ മാസം 9 സെന്റിമീറ്റർ ആയിരിക്കും, 4ാമത്തെ മാസം 16 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. പിന്നെ ഒരു 5 മാസത്തിന് ശേഷം അല്ലെ, ആഫ്റ്റർ ദ ഫസ്റ്റ് 5 മന്ത്സിന് ശേഷം നമ്മൾ ലെങ്ത് എന്ന് പറയുന്നതിനെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ലെങ്ത് നോക്കിയിട്ട് അത് ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ ഏജ് ഇൻ മന്ത്സ്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏജ് ഇൻ മന്ത്സ് എടുത്തു, 6ാം മാസം എത്ര ഉണ്ടാവണം? അതെ, 30 സെന്റിമീറ്റർ ഉണ്ടാവണം അല്ലെ. അപ്പോൾ 7ാം മാസം 35 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കും. ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും മാസത്തിലെ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹെസീസ് റൂൾ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇനിയും ചോദ്യം വരാം. അപ്പൊ അതിൽ എന്താണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്? യെസ്, ഫീറ്റൽ ലെങ്ത് ആണല്ലേ, ഇനി മറക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡ്രഗ് കനോട്ട് പാസ് ദ ബ്രെയിൻ ബാരിയർ? ഓക്കെ, ഈ ബ്രെയിൻ ബാരിയർ കടക്കാത്ത ഡ്രഗ് ഏതാണ്? ട്രോപ്പിൻ ആണോ, നോർ അഡ്രിനാലിൻ ആണോ, ടെട്രാസൈക്ലിൻ ആണോ, ക്ലോറാംഫെനിക്കോൾ ആണോ? ഇതിൽ ഏത് ഡ്രഗ് ആണ് ബ്രെയിൻ ബാരിയർ കടക്കാത്തത്? ഏതാണ് ആൻസർ വരിക? യെസ്, ഇറ്റ് ഈസ് നോർ അഡ്രിനാലിൻ. നോർ അഡ്രിനാലിൻ ആണ് ബ്രെയിൻ ബാരിയർ കടക്കാത്തത് അല്ലെ. നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഡ്രഗ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ നോർ എപ്പിനെഫ്രിൻ എന്ന് പറയും. അതിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാൻ പറ്റില്ല, അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതിന് CNSലോട്ട് ഒരു എൻട്രി ഇല്ല. അപ്പൊ ഏതാണ്? നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഫംഗ്ഷൻ ഓഫ് നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിസ്റ്റം ഒക്കെ പഠിച്ചു അല്ലേ, അതിന്റെ അനാറ്റമി ഫിസിയോളജി ഒക്കെ നമ്മൾ വളരെ ഡെപ്തിൽ ഇറങ്ങിച്ചെന്ന് പഠിച്ചതാണ്. അവിടെ നമ്മൾ പഠിച്ചിരുന്നു ഫംഗ്ഷൻ ഓഫ് ഗ്യാസ്ട്രിൻ ഈസ് inhibits the gastric secretion and motility, stimulates the gastric secretion and inhibits the gastric motility, stimulates the gastric secretion and motility, inhibits the gastric secretion and stimulate gastric motility. എത്ര ഡെപ്തിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് മനസ്സിലായോ? അപ്പോൾ നമ്മൾ GIT പഠിച്ചപ്പോൾ ഓരോ എൻസൈമോ ഹോർമോണുകളുടെ ഒക്കെ ഫംഗ്ഷൻ പഠിച്ചു അല്ലേ. ഈ ഗ്യാസ്ട്രിനിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗ്യാസ്ട്രിൻ ഗ്യാസ്ട്രിക് ആസിഡിന്റെ സെക്രീഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, മോട്ടിലിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, അല്ല ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടോ? രണ്ടിനെ പറ്റിയും പറയുന്നുണ്ട് അല്ലേ. ഗ്യാസ്ട്രിക് സെക്രീഷനെ പറ്റിയും പറയുന്നുണ്ട്, രണ്ട് കാര്യത്തെ പറ്റിയും പറയുന്നുണ്ട് കേട്ടോ. ഗ്യാസ്ട്രിക്കിന്റെ സെക്രീഷനും പറയുന്നുണ്ട്, മോട്ടിലിറ്റിയും പറയുന്നുണ്ട്. ഇത് രണ്ടിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, അല്ല ഒന്നിനെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത്? രണ്ടിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടോ, അതോ ഒന്നിനെയാണോ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ ആണ് ചോദ്യം. എന്താണ്? രണ്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് ഹോർമോൺ നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി നമുക്കൊന്ന് നോക്കാം. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ അല്ലേ, നമുക്കറിയാമല്ലോ ഈ ഗ്യാസ്ട്രിൻ സ്റ്റൊമക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നു അല്ലേ. അതാണ് നമ്മുടെ പ്രോട്ടീൻ ഡൈജഷനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗ്യാസ്ട്രിൻ അതുപോലെ സ്റ്റൊമക് മസിലിന്റെ കൺട്രാക്ഷനെയും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിൻ എന്ത് ചെയ്യുന്നറിയോ? മ്യൂക്കോസൽ ഗ്രോത്ത്, സ്റ്റൊമക്ക് ലൈനിങ്ങിനെ റിന്യൂ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗ്യാസ്ട്രിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗോൾ ബ്ലാഡറിനെയും പാൻക്രിയാസിനെയും കൺട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറേ ഫംഗ്ഷൻ ഉണ്ട് ഗ്യാസ്ട്രിന്. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഗ്യാസ്ട്രിൻ അവിടെ സ്റ്റൊമക്കിലെ ലൈനിങ്ങിനെയൊക്കെ റിന്യൂ ചെയ്യുന്നുണ്ട്, ഗോൾ ബ്ലാഡറിനെയും പാൻക്രിയാസിനെയൊക്കെ കൺട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. ഇനി വേറൊരാളുടെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. സെക്രീറ്റിൻ എന്ന് പറയുന്നത് ഡുവോഡിനത്തിലെ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. അവരെന്താ ചെയ്യുന്നത്? പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബൈകാർബണേറ്റും ബൈലും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ ഫംഗ്ഷൻ നോക്കിയേ, ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. നമ്മൾ ഗ്യാസ്ട്രിൻ പഠിച്ചത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നല്ലേ. സെക്രീറ്റിൻ എന്താ ചെയ്യുന്നത്? ഈ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. പിന്നെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ റിലീസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സെക്രീറ്റിൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഗ്യാസ്ട്രിൻ എന്താ ചെയ്യുന്നത്? ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷന് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, മ്യൂക്കോസൽ ഗ്രോത്ത്, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസിനെ കൺട്രാക്ട് ചെയ്യിക്കുന്നു. അപ്പം നമ്മുടെ ആൻസർ എന്താ വരിക? ഗ്യാസ്ട്രിനിൻ്റെ അതേ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെയും മോട്ടിലിറ്റിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിന്റെ കൂടെയും നമ്മൾ 50+ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ അതിൽ സാധാരണ ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻസ് വരും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യനും വരുന്നുണ്ട്. അത് ഓരോ ക്ലാസ്സിലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ട്രെയിൻ ചെയ്ത് വെൽ എക്യുപ്ഡ് ആക്കിയിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് വിടുന്നത് ആണല്ലോ. അതെ, അപ്പം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പോൾ ഒരു പേടിയൊന്നും തോന്നുന്നില്ല അല്ലേ. കണ്ടോ, ഇപ്പോൾ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ എക്സാംസിനും ഇപ്പോൾ റീസെന്റ് നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ്ലി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന രീതി നമ്മൾ മാറ്റി അല്ലേ. നമ്മൾ ഓരോ ടോപ്പിക്കും വളരെ ഡെപ്തിൽ ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് വരാവുന്ന പരമാവധി MCQs അരിച്ചു പറക്കി എടുത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് അല്ലേ. ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ്, മന്ത്ലി എക്സാംസ് ഒക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ അത്രമാത്രം MCQs ചെയ്ത് എക്യുപ്ഡ് ആയിട്ട് മാത്രമാണ് നിങ്ങൾ എക്സാമിലോട്ട് പോകുന്നത്. അല്ലാതെ മുന്നേ നിങ്ങൾ പഠിച്ചിരുന്നത് പോലെ ഫാക്സ് മഗപ്പ് ചെയ്താണോ പോകുന്നത്? അങ്ങനെ പോയാൽ ഇപ്പോഴത്തെ PSC എക്സാമിനൊന്നും നമുക്ക് ഒരിക്കലും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം PSC അടിമുടി മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മളും എന്ത് ചെയ്തു? നമ്മൾ അടിമുടി മാറി, നമ്മൾ പഠിക്കുന്ന രീതി മാറ്റി, നമ്മൾ കൂടുതൽ MCQസും മോക്ക് എക്സാംസും എഴുതാൻ തുടങ്ങി, നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി അല്ലേ. കുറച്ചുകൂടെ ഡെപ്തിലോട്ട് ഇറങ്ങിച്ചെന്ന്. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ച് ഡെപ്തിൽ നോളജ് ആവശ്യമാണ്. കാരണം 4-5 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയുള്ള എലിമിനേഷൻ ടെക്നിക്കുകൾ നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ
നിങ്ങളും എലിമിനേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് അഥവാ രണ്ട് സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ PSC ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വാസ് ട്രൂ അബൌട്ട് എപ്പിഫൈസിയൽ പ്ലേറ്റ്? അപ്പൊ ഇവിടെ ട്രൂ ആണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ട്രൂ ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ അതൊന്ന് എൻസർക്കിൾ ചെയ്യുക. കാരണം എക്സാം ടെൻഷനിലാണ് നമ്മൾ മറന്നു പോകും. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എത്തുമ്പോൾ ശരിയാണോ ചോദിച്ചത് തെറ്റാണോ, നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ഈ ട്രൂ ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ നമ്മൾ സർക്കിൾ ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ ഹയാലിൻ കാർട്ടിലേജ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ എപ്പിഫൈസിസ്. Third statement, it is found between the diaphysis and epiphysis. Fourth statement, it is a dense bone. എന്താണ് ആൻസർ വരിക? ഇവിടുത്തെ ആൻസർ എന്താ വരിക? 1ഉം 3യുമാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ ഹയാലിൻ കാർട്ടിലേജ്. എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലും അഡോളസെൻസിലും കാണും, പിന്നെ വലിയതാവുമ്പോൾ അത് ബോണായി മാറും. അങ്ങനെ കാണുന്ന ഒരു ഹയാലിൻ കാർട്ടിലേജ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ 1 ശരിയാണ് കേട്ടോ. 1 എന്തായാലും അപ്പൊ ശരിയാണെന്ന് മനസ്സിലായി. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ 1 എന്തായാലും ആൻസർ വരണ്ടേ? അപ്പൊ ഓപ്ഷനിൽ 1 വരണം. 1 വരാത്ത ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കേ. 1 വരാത്ത ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനിൽ 2ഉം 3യുമാണ്. നാലാമത്തെ ഓപ്ഷനിൽ 3ഉം 4ആണ്. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. 1 എന്തായാലും ആൻസർ വരണ്ടേ? രണ്ടാമത്തത് വായിക്കാം. ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ എപ്പിഫൈസിസ്. അല്ല കേട്ടോ, ഇറ്റ് ഈസ് അത് തന്നെ. അതിലൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ മിക്കവാറും നമുക്ക് ഈ ഒള്ളി എന്ന് പറയുന്ന ടേം വരുമ്പോൾ 90% റോങ് വരും. എപ്പോഴും റോങ് എന്നല്ല. അതിപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിക്കുക, മനസ്സിരുത്തി നമ്മളെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാ. ആണോ എപ്പിഫൈസിസിൽ മാത്രമാണോ വരുന്നത്? നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക. അല്ല, നമ്മൾ പിക്ചറിൽ കാണിച്ചു തരാം. ഇത് വരുന്നത് എവിടെയാ നോക്കി? എപ്പിഫൈസിയൽ പ്ലേറ്റ് ദാ ഇവിടെ വന്നിരിക്കുന്നു. അത് എവിടെ, ഏതിന്റെയൊക്കെ ഇടയിലാണ്? എപ്പിഫൈസിസിന്റെയും ഡയാഫൈസിസിന്റെയും ഇടയിലായിട്ടാണ് വരുന്നത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഇറ്റ് ഈസ് ഫൗണ്ട് ഒള്ളി ഇൻ ദ എപ്പിഫൈസിസ്. അപ്പൊ പിന്നെ ഈ ഉള്ളി എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധം മിക്കവാറും ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആകാനാണ് സാധ്യത. അപ്പൊ ഒന്നുകൂടെ നോക്കാം, എപ്പിഫൈസിസിൽ മാത്രമാണോ? ഇത് രണ്ടിന്റെ ഇടയിലാണ് അല്ലെ. അപ്പൊ 2 റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല. അപ്പൊ നമുക്ക് ചോദിച്ചത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ 2 ആൻസറിൽ വരാമോ? വരാൻ പാടില്ല. അപ്പൊ 2 വന്ന ഓപ്ഷൻ കട്ട് ചെയ്തേ. 2 വന്ന ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ തന്നെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മുടെ C ആണ് കറക്റ്റ് ആൻസർ അല്ലേ. നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു? ആകെ 2 സ്റ്റേറ്റ്മെന്റ് അല്ലേ വായിച്ചുള്ളൂ. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, ശരിയാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ നമ്മൾ ആൻസറും കണ്ടുപിടിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് പോലും ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് ചെയ്യുന്നത്. എലിമിനേഷൻ ടെക്നിക്കിലൂടെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്മൾ പണ്ട് കോടീശ്വരനൊക്കെ കളിക്കുമ്പോഴത്തേക്കും 50-50 കിട്ടും അല്ലെ, രണ്ട് ഓപ്ഷൻസ് പോകത്തില്ലേ. അതുപോലെ ഇപ്പൊ നമ്മൾ ഒരു ഓപ്ഷൻ വായിച്ചു, ആദ്യത്തെ ഓപ്ഷൻ വായിച്ചപ്പോൾ ശരിയാന്ന് മനസ്സിലായി, അത് ആൻസറിൽ വരാനായിട്ട് 1 വരാത്ത ഓപ്ഷൻ കട്ട് ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ചപ്പോൾ തെറ്റാന്ന് മനസ്സിലായി, അത് ഓപ്ഷനിൽ വരാൻ പാടില്ല, അപ്പൊ 2 വന്നതും മാറ്റി അല്ലെ. ഇനി നമുക്കിത് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കാം, ശരി തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ബബിൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എലിമിനേഷൻ ടെക്നിക്കിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതായത് കാരണം ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ 3ഉം 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയില്ല എന്ന് വെച്ചോ, എന്നാൽ തന്നെ നമ്മൾ ആൻസറിൽ എത്തിയില്ലേ. അതുകൊണ്ട് എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾ എന്തായാലും ട്രെയിൻഡ് ആയിരിക്കണം. അത് വെച്ച് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കംപ്ലീറ്റ്ലി 4 സ്റ്റേറ്റ്മെന്റ് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇതുപോലെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ചില ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് ട്രെയിൻ ചെയ്ത് നിങ്ങൾ ഓരോ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് അല്ലെ. പ്രാക്ടീസ് ചെയ്യുന്നതോറും നമ്മൾ അതിൽ പെർഫെക്റ്റ് ആവും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ എത്രത്തോളം ട്രെയിൻ ചെയ്യുന്നോ, എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് വലിയ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ. സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യനേക്കാളും വളരെ എളുപ്പമാണ് ഇത്, നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് എല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഏതൊരു ക്ലാസ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ വെച്ചിരിക്കുന്ന ടൈം ടേബിൾ ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും അതിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ടും ഒരു 2 സ്റ്റേറ്റ്മെന്റ് 2 അസേർഷൻ സ്വന്തമായിട്ടും ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ മേക്കറിന്റെ ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളിപ്പോൾ ഓരോ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ക്വസ്റ്റ്യൻ മേക്കറിന്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു +10 മാർക്കാണ് റേസ് ആവാൻ പോകുന്നത്, നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്കൊന്ന് കറക്റ്റ് ആണോ നോക്കണ്ടേ. 2 സ്റ്റേറ്റ്മെന്റേ വായിച്ചിട്ടുള്ളൂ, മൂന്നാമത്തെ നോക്കാം. ഇറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ ഡയാഫൈസിസ് ആൻഡ് എപ്പിഫൈസിസ്. ഇറ്റ് ഈസ് ട്രൂ, അത് ശരിയാണ്. അടുത്തത്, ഇറ്റ് ഈസ് എ ഡെൻസ് ബോൺ.
ഇറ്റ് ഈസ് എ ഡെൻസ് ബോൺ അല്ലല്ലേ, ബോൺ അല്ല അല്ലെ, അത് കാർട്ടിലേജ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണ്, നമ്മൾ കണ്ടുപിടിച്ചത് ശരി തന്നെയാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പോയി ബബിൾ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി അല്ലേ, എങ്ങനെയാണ് എന്താ എലിമിനേഷൻ ടെക്നിക് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. യെസ്. അപ്പൊ നമ്മുടെ എപ്പിഫൈസിയൽ പ്ലേറ്റിനെ പറ്റി ഒന്ന് നോക്കാം. എന്താണ് ഈ എപ്പിഫൈസിയൽ പ്ലേറ്റ്? അതിന്റെ മറ്റൊരു ഗ്രോത്ത് പ്ലേറ്റ് എന്നും പറയും കേട്ടോ. അതിനെ ഗ്രോത്ത് പ്ലേറ്റ് എന്നും പറയും. അതൊരു ഹയാലിൻ കാർട്ടിലേജ് ആണ്. ബോണിന്റെ എൻഡില് എപ്പിഫൈസിസിനും ഡയാഫൈസിസിനും ഇടയിലായിട്ട് അതെന്താണ്, അലോ ദം ടു ഗ്രോ, അതൊന്ന് നീളം വെക്കാൻ, ലെങ്ത് കൂടാൻ സഹായിക്കുന്നു. കൊച്ചുകുട്ടികളിലാണ് കാണുന്നത് കേട്ടോ, അഡോളസെന്റ്. അത് കഴിഞ്ഞാൽ അത് പ്യൂബർട്ടിക്ക് ശേഷം അവിടെ ബോൺ റീപ്ലേസ്മെന്റ് നടക്കും. ഓക്കെ, അപ്പൊ അത് എപ്പിഫൈസിസിനും ഡയാഫൈസിസിനും ഇടയിലായിട്ട് കാണുന്നു അല്ലെ, എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെയിം ഓഫ് ദ റിസപ്റ്റർ ഓൺ എപ്പിഡെർമിസ് ദാറ്റ് ട്രാൻസ്മിറ്റ് സ്റ്റിമുലൈ ടു ദി ആക്സൺ ത്രൂ ദ കെമിക്കൽ സിനാപ്സസ്. എപ്പിഡെർമിസ്, നമ്മുടെ സ്കിന്നിലെ എപ്പിഡെർമിസിലുള്ള റിസപ്റ്ററുകളുടെ പേരാണ്. അതെന്ത് ചെയ്യുന്നു? ആക്സണിലോട്ട് സ്റ്റിമുലൈ കൊടുക്കുന്നു കെമിക്കൽ സിനാപ്സിലൂടെ. അതിന്റെ പേര് ലാംഗർഹൻ സെൽ എന്നാണോ, മർക്കൽ സെൽ എന്നാണോ, വുഡ്സർ സെൽ എന്നാണോ, ബർഗർ സെൽ എന്നാണോ? എന്താണ്? സ്കിന്ന് പഠിച്ചിട്ടുണ്ടല്ലേ, സ്കിന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ സ്കിന്നിൽ നമ്മൾ പഠിച്ചത് എന്താണത്? മെർക്കൽ സെല്ലാണ്. അപ്പൊ ഇനി ഓപ്ഷനിൽ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നോക്കാം. എന്താണ് ഈ ലാംഗർഹൻ സെൽസ്, വുഡ്സർ സെൽസ്, അതുപോലെ ബർഗർ സെൽ എന്തെന്നൊക്കെ നോക്കിയാലോ. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ മെർക്കൽ സെല്ലാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ലാംഗർഹൻ സെൽസ് എന്തെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം സെല്ലുകളാണ് കേട്ടോ, സ്കിന്നിലും ലിംഫ് നോഡിലും ഒക്കെ കാണുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ ഇൻഫെക്ഷന് എതിരായിട്ട് നമ്മുടെ ബോഡീനെ ബോഡീനെ ഇൻഫെക്ഷൻ വരാതെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, അതിന് സഹായിക്കുന്നതാണ് ഈ ലാംഗർഹൻ സെൽസ്. സ്കിന്നിലും ലിംഫ് നോഡിലും ഒക്കെ കാണുന്നതാണ്. ഇനി നമ്മുടെ സെസാരി സെൽ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്, അത് ചോദിക്കാം. ലുട്സ്നർ സെല്ല്, അപ്പൊ നമുക്ക് ഇനിയും ഉള്ള എക്സാംസിലൊക്കെ വരാം. സെസാരി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനത്തെ സെല്ലാണ്? ഒരു വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. ടി സെൽ വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ്. ബ്ലഡിലും സ്കിന്നിലും ലിംഫ് നോഡിലും ഒക്കെ ഉള്ളതാണ്. അത് സെസാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സ്കിൻ ലിംഫോമ ഉള്ളപ്പോഴാണ് കേട്ടോ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിന് അബ്നോർമൽ ഷേപ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. നോർമൽ ടി സെല്ല് പോലെ ആയിരിക്കില്ല ഇത് കാണുന്നത്. ഇതൊരു ക്യാൻസറസ് ടി സെല്ലാണ്. സെസാരി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CA വന്ന ഒരു ടി സെല്ലാണ്. അതിന്റെ വേറൊരു ഷേപ്പാണ് അതിന്റെ ന്യൂക്ലിയസിനൊക്കെ, പിന്നെ വലുതായിട്ടിരിക്കും. അതുപോലെ വേറെ ഒന്നാണ് ലുട്സ്നർ സെല്ലും, അതുപോലെ ഒരു മാലിഗ്നൻ ടി സെല്ലാണ്. ബ്ലഡിലും ലിംഫ് നോഡിലും സ്കിന്നിലും ഒക്കെ കാണുന്നത് കേട്ടോ. അപ്പൊ സെസാരി, ലുട്സ്നർ സെൽ എന്നൊക്കെ പറയും. അപ്പൊ നമ്മളെ ലാംഗർഹാൻ സെൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡീനെ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ലാംഗർഹാൻ സെൽസ്. സെസാരി സെല്ല്, ലുട്സ്നർ സെൽ എന്നൊക്കെ പറയുന്നത് മാലിഗ്നൻ ടി സെല്ലുകളാണ്. ഇനി നമ്മുടെ ബർഗർ സെൽ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ബർഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബർഗർ ഡിസീസ്. നമ്മുടെ ബർഗർ അല്ല, ബർഗർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇമ്യൂണോഗ്ലോബുലിൻ A നെഫ്രോപ്പതി ആണ് കേട്ടോ. അതൊരു കിഡ്നി ഡിസീസ് ആണ്. അതായത് ഇമ്യൂണോഗ്ലോബുലിൻ A അങ്ങ് കൂടും കിഡ്നിയിൽ ബിൽഡപ്പ് ചെയ്തിട്ട്. അപ്പൊ ഇമ്യൂണോഗ്ലോബുലിൻ A എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡീനെ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലെ. പക്ഷെ അധികമായാൽ അമൃതം വിഷം, ഈ ഇമ്യൂണോഗ്ലോബുലിൻ A അങ്ങ് കൂടും. ഓക്കെ, അപ്പൊ ഇത് കൂടിയിട്ട് ഡിഫക്റ്റീവ് ആയിട്ട് ഇതിങ്ങനെ ചെയിനായിട്ട് കിഡ്നിയിൽ നെഫ്രോപ്പതി, കിഡ്നിയുടെ ഫംഗ്ഷൻ ഒക്കെ ബാധിക്കും. അതിനെയാണ് നമ്മൾ ബർഗർ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബർഗർ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്യൂണോഗ്ലോബുലിൻ A അങ്ങ് ക്രമാതീതമായി കൂടിയിട്ട് കിഡ്നി ഫംഗ്ഷനെയൊക്കെ ബാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ ആരാണ്? മർക്കൽ സെല്ല്. ടച്ച് സെൻസിറ്റീവ് സെല്ലാണ് കേട്ടോ. അത് എവിടെയാണ് ഉള്ളത്? നമ്മുടെ ഏറ്റവും മുകളിലത്തെ ലെയറായ എപ്പിഡെർമിസിലാണ് കേട്ടോ. അത് നമുക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് നേരെ നെർവ് എൻഡിങ്സിൻ്റെ അടുത്താണ്. അത് കെമിക്കൽ സിഗ്നൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് തൊട്ടാൽ അത് ഫീൽ ചെയ്യാൻ സഹായിക്കുന്ന സെല്ലുകളാണ്. ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളാണ് മർക്കൽ സെൽ. അതെവിടെ കാണുന്നത്? എപ്പിഡെർമിസിൽ കാണുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. നെയിം ഓഫ് ദ റിസെപ്റ്റർ ഓൺ എപ്പിഡെർമിസ് ദാറ്റ് ട്രാൻസ്മിറ്റ് സ്റ്റിമുലൈ ടു ആക്സൺ ത്രൂ കെമിക്കൽ സിനാപ്സ്. അതാരാണ്? നമ്മുടെ മെർക്കൽ സെല്ലാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഡയസ്റ്റോളിക് ആൻഡ് എൻഡ് സിസ്റ്റോളിക് വോളിയം ഫോംസ്. എന്താണ് എൻഡ് ഡയസ്റ്റോളിക്കും എൻഡ് സിസ്റ്റോളിക് വോളിയം? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം ഒക്കെ പഠിച്ചതാണ് അല്ലേ, ക്ലിയർ ആയിട്ട് വളരെ ഡെപ്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എൻഡ് ഡയസ്റ്റോളിക് വോളിയം ആൻഡ് എൻഡ് സിസ്റ്റോളിക് വോളിയം.
What is the answer? Yes, it is stroke volume. സ്ട്രോക്ക് വോളിയം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എൻഡ് ഡയസ്റ്റോളിക് വോളിയവും എൻഡ് സിസ്റ്റോളിക് വോളിയത്തിന്റെ ഡിഫറൻസ് എന്താണ് അല്ലെ? എന്താണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം? അത് ഒരു ഡയസ്റ്റോൾ കഴിയുമ്പോൾ വെൻട്രിക്കിളിൽ എത്ര ബ്ലഡ് ഉണ്ട്? എൻഡ് ഡയസ്റ്റോൾ വോളിയം, ഡയസ്റ്റോളിന്റെ എൻഡിലെ വോളിയം. സിസ്റ്റോളിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റോൾ കഴിയുമ്പോൾ എൻഡ് സിസ്റ്റോളിക് വോളിയം, സിസ്റ്റോൾ കഴിയുമ്പോൾ എത്രയുണ്ടെന്ന്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? അതാണ് സ്ട്രോക്ക് വോളിയം. അതായത് ഓരോ ബീറ്റിലും ഹാർട്ടിലെ വെൻട്രിക്കിളിൽ നിന്ന് എത്ര ബ്ലഡ് ഇജക്റ്റഡ് ആവുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ എൻഡ് സിസ്റ്റോളിക് വോളിയവും എൻഡ് ഡയസ്റ്റോളിക് വോളിയവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇനി മറക്കില്ലല്ലോ, നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് സ്ട്രോക്ക് വോളിയം. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി നമുക്ക് അതുപോലെയുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് നോക്കിയാലോ. നമുക്കതിൽ വേറെ ഓപ്ഷൻസ് നോക്കിയേ. എന്താ കാർഡിയാക് ഔട്ട്പുട്ട്, എന്താ ഡയാസ്റ്റാസിസ്, എന്താ ഏട്രിയൽ സിസ്റ്റോൾ. നമ്മളൊരു PYQ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ആൻസർ പഠിക്കും, അതെങ്ങനെ ആൻസർ ആയിട്ട് വന്നു എന്ന് പഠിക്കും. പിന്നെ നമ്മൾ ഓരോ ഓപ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അല്ലേ? കാരണം ഇനി നമുക്ക് അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഈ സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് ബീറ്റ്സ് പെർ മിനിറ്റ് അല്ലേ? സ്ട്രോക്ക് വോളിയത്തിനെ ഹാർട്ട് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കാർഡിയാക് ഔട്ട്പുട്ട് അല്ലെ? അത് ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ് കിട്ടുന്നത്. അതായത് എമൗണ്ട് ഓഫ് ബ്ലഡ് ദ ഹാർട്ട് പമ്പ്സ്. അപ്പോൾ എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട്? ഒരു മിനിറ്റിൽ ഹാർട്ട് എത്ര ബ്ലഡ് ആണ് പമ്പ് ചെയ്യുന്നു എന്നുള്ളത്. അത് നമുക്ക് കിട്ടാനായിട്ട് സ്ട്രോക്ക് വോളിയത്തിന് ഹാർട്ട് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി അടുത്ത ഒരു ഓപ്ഷനിലുണ്ടായിരുന്നു ഡയാസ്റ്റാസിസ് റെക്ടൈ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ എന്താണ് ഡയാസ്റ്റാസിസ് റെക്ടൈ എന്ന് പറയുന്ന കണ്ടീഷൻ? എന്താണ്? നമ്മുടെ അബ്ഡോമിൻ്റെ ഫ്രണ്ടിലുള്ള റെക്ടസ് അബ്ഡോമിനസ് മസിൽ സെപ്പറേറ്റ് ആവുന്ന അവസ്ഥയാണ് കേട്ടോ. അത് കുട്ടികളിൽ ഉണ്ടാവാം, പ്രഗ്നൻസി സമയത്തും കുട്ടികളിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകാം, അല്ലെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി ഒക്കെ കാണാം. ഡയാസ്റ്റാസിസ് റെക്ടൈ. ഓക്കെ, ഇനി നമ്മുടെ ഏട്രിയൽ സിസ്റ്റോൾ അറിയാലോ. എന്താണ്? കൺട്രാക്ഷൻ ഓഫ് ഏട്രിയോൾ അല്ലെ? അപ്പർ ചേംബർ ഓഫ് ദി ഹാർട്ട്, അല്ലെങ്കിൽ ഏട്രിയ. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അത് കാർഡിയാക് സൈക്കിളിന്റെ ഒരു ഭാഗമാണ് അല്ലേ? അത് അങ്ങനെയാണ്. നമ്മൾ കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുമ്പോൾ കാർഡിയാക് സൈക്കിളിന്റെ ഭാഗമായിട്ട് നമ്മുടെ അപ്പർ ചേംബർ കൺട്രാക്ട് ചെയ്യുന്നതിന് ഏട്രിയൽ സിസ്റ്റോൾ. ഇനി മറക്കില്ലല്ലോ, ഏട്രിയൽ സിസ്റ്റോൾ മനസ്സിലായി, ഡയാസ്റ്റാസിസ് റെക്ടൈ മനസ്സിലായി, കാർഡിയാക് ഔട്ട്പുട്ട് മനസ്സിലായി. പിന്നെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്ട്രോക്ക് വോളിയം അല്ലേ? എൻഡ് ഡയസ്റ്റോളിക് വോളിയം എൻഡ് സിസ്റ്റോളിക് വോളിയത്തിന്റെയും ഡിഫറൻസ്, ദാറ്റ് ഇസ് സ്ട്രോക്ക് വോളിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. These are the venous spaces situated in the middle cranial fossa on either side of sphenoid bone. Okay, sphenoid bone-ന്റെ രണ്ട് സൈഡിലായിട്ടുള്ള മിഡിൽ ക്രേനിയൽ ഫോസയിലുള്ള വീനസ് സ്പേസ്. നമുക്ക് ആന്റീരിയർ ക്രേനിയൽ ഫോസയുണ്ട്, മിഡിൽ ക്രേനിയൽ ഫോസയുണ്ട്, പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയുണ്ട് അല്ലേ? അതിൽ മിഡിൽ ക്രേനിയൽ ഫോസയിൽ സ്ഫിനോയിഡ് ബോണിന്റെ രണ്ട് സൈഡിലുമുള്ള വീനസ് സ്പേസസിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? അതെ, കാവർണസ് സൈനസ് എന്നാണ് വിളിക്കുക. എന്താണ്? കാവർണസ് സൈനസ്. വേറെ കുറെ സൈനസും കൂടെ ഉണ്ട് കേട്ടോ, ഓപ്ഷനിൽ കിടപ്പുണ്ട്. അതൊക്കെ എന്താ നോക്കണ്ടേ? എന്താ സിഗ്മോയിഡ് സൈനസ്, എന്താണ് സ്ട്രെയിറ്റ് സൈനസ്, എന്താണ് പെട്രോസൽ സൈനസ്. ഇത്രയും ഡെപ്തിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും ഡെപ്തിൽ തന്നെ നമ്മൾ പഠിക്കണം എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? PYQs നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം അല്ലേ? നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അതുപോലെ അനാറ്റമി, ഇപ്പം ഓരോ ടോപ്പിക്, ഇപ്പം നിങ്ങളുടെ സ്റ്റാഫ് നഴ്സിൽ നിങ്ങളുടെ സിലബസിലുള്ള ഹെഡിങ്സ് ഏതൊക്കെ വേറെ എക്സാംസിന് വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ PSC റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനാറ്റമി വരുന്ന വേറെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതും നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ എക്സാംസിനെല്ലാം നമുക്ക് വേറെ അനാറ്റമി ഏതെല്ലാം എക്സാംസിന് PSC ചോദിക്കാമോ അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് കാവർണസ് സൈനസ് മനസ്സിലായി അല്ലേ? മിഡിൽ ക്രേനിയൽ ഫോസയിൽ സ്ഫിനോയിഡ് ബോണിന്റെ രണ്ട് ഭാഗത്തായിട്ട് വരുന്ന വീനസ് സ്പേസസ് കാവർണസ് സൈനസ്. ഇനി എന്താണ് സിഗ്മോയിഡ് സൈനസ്, എന്താണ് സ്ട്രെയിറ്റ്, എന്താണ് പെട്രോസൽ നോക്കണ്ടേ? സിഗ്മോയിഡ് സൈനസ് എന്താണെന്നറിയോ? എന്താണ്? യെസ്, അതായത് ഒരു പെയർഡ് സെറ്റ് ഓഫ് വെയിൻ ആണ് ഇൻ ദ സ്കൾ ബേസ് ദാറ്റ് ഡ്രെയിൻ ബ്ലഡ് ഫ്രം ദ ബ്രെയിൻ ടു ഇന്റേണൽ ജുഗുലാർ വെയിൻ. അത് വരുന്നത് ഡ്യൂറാമേറ്ററിലാണ് കേട്ടോ. അതൊരു എസ് ഷേപ്ഡ് ഗ്രൂവിലൂടെയാണ് അത് അങ്ങോട്ട് പോകുന്നത്. സ്ട്രെയിറ്റ് സൈനസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടെൻഡോറിയൽ സൈനസ്, അല്ലെങ്കിൽ സൈനസ് റെക്ടൈ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അത് ഇൻഫീരിയർ സാജിറ്റൽ സൈനസിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യുന്നുണ്ട്. അത് ഡ്രെയിൻ ചെയ്യുന്നത് എന്താണ്?
കോൺഫ്ലുവൻസ് ഓഫ് സൈനസിലോട്ട്. അപ്പോൾ സ്ട്രെയിറ്റ് സൈനസ് എവിടെ വരുന്നു, സിഗ്മോയിഡ് സൈനസ് എവിടെ വരുന്നു എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വിത്ത് പിക്ചർ ഓരോന്നും. എല്ലാ സൈനസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. യെസ്, അടുത്തത് പെട്രോസൽ സൈനസ്. അതിൽ സുപ്പീരിയറും ഉണ്ട് ഇൻഫീരിയറും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ടെമ്പോറൽ ബോണിന്റെ പെട്രോസൽ പാർട്ടി വരുന്നതാണ്. ഓക്കെ, അത് ബിറ്റ്വീൻ മിഡിൽ ആൻഡ് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ വരുന്നതാണ് ഈ പെട്രോസൽ സൈനസ് എന്ന് പറയുന്നത്. ആ പിക്ചർ ഉണ്ട്, നമ്മുടെ കാവർണസ് സൈനസിന്റെ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചർ വലിയ ക്ലിയർ ഇല്ല അല്ലേ? ഇതാ കാവർണസ് സൈനസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാവർണസ് സൈനസ് ആണ്. ബാക്കി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന സൈനസിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഡെപ്തിൽ ഡീറ്റെയിൽ ആയിട്ട് ആ പോർഷൻസ് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിലക്റ്റീവ് റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ് ആൻഡ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയൺ ടേക്സ് പ്ലേസ്. എവിടെയാണ് സിലക്റ്റീവ് അബ്സോർപ്ഷനും അതുപോലെ ഹൈഡ്രജൻ അയോണിന്റെ സെക്രീഷനും നടക്കുന്ന സ്ഥലം എവിടെയാണ്? PCT-യിൽ അല്ലേ? പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബിൾ, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബിൾ, പിന്നെ നമുക്ക് അതിനുശേഷം ലൂപ്പ് ഓഫ് ഹെൻലി ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ? കണക്റ്റിംഗ് ഡക്റ്റ്, ലൂപ്പ് ഓഫ് ഹെൻലി ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ എന്താണ് എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ വളരെ ഡെപ്തിൽ പഠിക്കുന്നതായിരിക്കും. അവിടെ നമ്മുടെ ബൈകാർബണേറ്റിന്റെ സെലക്റ്റീവ് അബ്സോർപ്ഷനും അതുപോലെ ഹൈഡ്രജൻ അയോണിന്റെ സെക്രീഷനും നടക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? യെസ്, ഇറ്റ് ഇസ് ഇൻ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബിൾ ഓർ PCT. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെലക്റ്റീവ് നമ്മൾ പറഞ്ഞു അല്ലെ? സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്സ് ആൻഡ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയൺ ടേക്സ് പ്ലേസ് ഇൻ ദ PCT. അപ്പോൾ നമുക്കറിയാം പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ മിക്കതും അബ്സോർപ്ഷനും സെലക്റ്റീവ് റീഅബ്സോർപ്ഷനും അതുപോലെ സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയോണും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെ DCT-യിലും സെലക്റ്റീവ്ലി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. ലൂപ്പ് ഓഫ് ഹെൻലി എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ലൂപ്പ് ഓഫ് ഹെൻലി എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബും ഉണ്ടല്ലേ? ഡിസെൻഡിങ് ലിംബ് വെള്ളത്തിന് പെർമിയബിൾ ആണ്, പക്ഷെ അസെൻഡിങ് ലിംബ് എന്താണ്? യെസ്, അത് ആക്റ്റീവ്ലി പമ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ സോഡിയം ആൻഡ് ക്ലോറിൻ അയോൺസ് ഈ ഫിൽട്രേറ്റിൽ നിന്ന് പുറത്തോട്ട്, ഔട്ട് ഓഫ് ദ ഫിൽട്രേറ്റ് അല്ലേ? അപ്പം അങ്ങനെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ DCT-യും അതുപോലെ സെലക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് സോഡിയത്തിനെയും വാട്ടറിനെയും, അതുപോലെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പൊട്ടാഷ്യം അയോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ ഏതാ വരുന്നത്? ഏതാണ്? പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം വിത്ത് പിക്ചർ തന്നെയാണ് നമ്മൾ അനാറ്റമി പഠിക്കുന്നത് അല്ലേ? വിത്ത് അനിമേഷൻ പിക്ചേഴ്സിലൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അടുത്തത്, ദ സെൽ വിച്ച് കൺട്രോൾ ദ സ്കെലറ്റൽ മസിൽ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന സെല്ലിന് എന്ത് പറയുന്നു? ബീറ്റാ സെൽസ്, വെർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരുന്നത്? ഒന്നുമല്ല അല്ലേ? അല്ലെങ്കിൽ അല്ല എന്ന് പറയണം അല്ലെ? അതല്ല, ഇതൊന്നും അല്ല ആൻസർ വരിക. അപ്പൊ ഇതൊക്കെ എന്താ നോക്കണ്ടേ? എന്താണ് ഈ ബീറ്റാ സെൽ, എന്താണ് വെർണിക്സ് ഏരിയ, എന്താണ് ബ്രോക്കാസ് ഏരിയ നോക്കിയാലോ? യെസ്, ബീറ്റാ സെൽസ് എന്താണെന്ന് അറിയോ? ബീറ്റാ സെല്ല് നമ്മുടെ പാൻക്രിയാസിൽ ബീറ്റാ സെൽസ് ഉണ്ടല്ലേ? അതെന്താ ചെയ്യാന്നറിയോ? അത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കും. അതാണ് ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അത് എവിടെയുള്ളത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹൻസിലാണുള്ളത് അല്ലേ? ഇനി വെർണിക്സ് ഏരിയയും ബ്രോക്കാസ് ഏരിയയും. വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത് ബ്രെയിനിലെ ഒരു പാർട്ടാണ്. അത് നമ്മുടെ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഒക്കെ നമ്മളെ ലെഫ്റ്റ് സൈഡിലാണ് ലാംഗ്വേജ് ഒക്കെ കോംപ്രിഹെൻഷന് സഹായിക്കുന്നത് വെർണിക്സ് ഏരിയ. ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കാൻ സ്പീച്ച് പ്രൊഡക്ഷന് വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ വെർണിക്സ് ഏരിയയും ബ്രോക്കാസ് ഏരിയ ഒക്കെ ലെഫ്റ്റ് സൈഡിലാണ്. വെർണിക്സ് ഏരിയ ലാംഗ്വേജ് കോംപ്രിഹെൻഷനും ബ്രോക്കാസ് ഏരിയ നമ്മുടെ കമ്മ്യൂണിക്കേഷനും അല്ലെ? നമ്മൾ സംസാരിക്കുന്നതിന് സ്പീച്ച് പ്രൊഡക്ഷന്. സ്പീച്ച് ബ്രോക്കാസ് സ്പീച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്നൊക്കെ സ്പീച്ച് ആലോചിക്കുക കേട്ടോ. വെർണിക്സ് ഏരിയ ലാംഗ്വേജ് കോംപ്രിഹെൻഷന് സഹായിക്കുന്നതാണ്. യെസ്, നമ്മുടെ പിക്ചറിൽ നോക്കിയേ, ബ്രോക്കാസ് ഏരിയ കണ്ടോ? അവിടെ ബ്രോക്കാസ് ഏരിയ കാണിക്കുന്നുണ്ട് കേട്ടോ. ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഏരിയയും. ബ്രോക്കാസ് ഏരിയ സ്പീച്ചിനും വെർണിക്സ് ഏരിയ നമ്മുടെ ലാംഗ്വേജ് കോംപ്രിഹെൻഷനും സഹായിക്കുന്നതാണ്. ബീറ്റാ സെൽസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹൻസ് പാൻക്രിയാസ് എന്താണ്? അതെ, ഇൻസുലിൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നതൊന്നും ആൻസർ അല്ല അല്ലേ? അത് അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻജിയോടെൻസിൻ 2 പ്രിവെന്റ്സ് സോഡിയം റീഅബ്സോർപ്ഷൻ. ആൻജിയോടെൻസിൻ 1 ഈസ് ഫിസിയോളജിക്കലി ഇനാക്റ്റീവ്. ആൻജിയോടെൻസിൻ 2 ഈസ് എ precursor of angiotensin 1. അടുത്തത്, ആൻജിയോടെൻസിനോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കിഡ്നീസ്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്?
യെസ്, ആൻജിയോടെൻസിൻ 1 ഈസ് ഫിസിയോളജിക്കലി ഇനാക്റ്റീവ് അല്ലേ? അതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ആൻജിയോടെൻസിൻ 1 ഫിസിയോളജിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് അതൊക്കെ പറ്റി നോക്കിയാലോ. ആൻജിയോടെൻസിൻ 1ഉം ആൻജിയോടെൻസിൻ 2ഉം ഹോർമോൺ ആണ് അല്ലെ, നമ്മുടെ റാസ് എന്ന് പറയും, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. അതിൽ ആൻജിയോടെൻസിൻ 1ഉം ഉണ്ട്, അതുപോലെ ആൻജിയോടെൻസിൻ 2ഉം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം അതിൻ്റെ ഹോർമോൺസ് ആണ് അല്ലേ? അത് നമ്മുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് വോളിയം എല്ലാം കൺട്രോൾ ചെയ്യുന്നു. അതിൽ ആൻജിയോടെൻസിൻ 1 എന്ന് പറഞ്ഞാൽ ഒരു ഇനാക്റ്റീവ് ആണ് കേട്ടോ. അത് കിഡ്നി ഉണ്ടാക്കുന്നതാണ്. അതെന്താ ചെയ്യുന്നത്? എൻസൈം നമ്മുടെ റെനിൻ ആൻജിയോടെൻസിനോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അല്ലെ? ആൻജിയോടെൻസിനോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തുണ്ടാവുന്നതാണ് ആൻജിയോടെൻസിൻ 1. അത് ഇനാക്റ്റീവ് ആണ്. ഇനി അടുത്തത് അതിൽ നിന്നുണ്ട് നമ്മുടെ ആൻജിയോടെൻസിൻ 2 എന്താണ്? അത് ആക്റ്റീവ് ആണ് കേട്ടോ. അത് ബ്ലഡ് വെസലിലേക്ക് കൺസ്ട്രിക്ട് ചെയ്ത് BP ഒക്കെ ബ്ലഡ് പ്രഷറൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അതെപ്പോഴാണ് ചെയ്യുന്നത്? ഈ ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ കൺവേർട്ടേഴ്സ് എൻസൈം ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നുണ്ട്. ഈ ആൻജിയോടെൻസിൻ 2 നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് ആൽഡോസ്റ്റിറോൺ ഉണ്ടാക്കുന്നുണ്ട്. അത് കിഡ്നീനെ എന്താണ് സോഡിയം റീറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആൻജിയോടെൻസിൻ 2 അതുപോലെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് എന്തുണ്ടാക്കുന്നുണ്ട്? ADH ഉണ്ടാക്കുന്നുണ്ട്. അത് കിഡ്നീനെ സോഡിയം റീറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി ആൻജിയോടെൻസിൻ 2 CNSൽ നിന്ന് വാസോപ്രസിൻ പ്രൊഡക്ഷന് സഹായിക്കുന്നു. അപ്പം നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കിഡ്നി ഉണ്ടാക്കുന്നതാണ്. ഒരു എന്താണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഈ ആൻജിയോടെൻസിൻ 1. ആള് പാവമാണ്. ആൻജിയോടെൻസിനോജനിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ആൻജിയോടെൻസിൻ ഒരു ആൻജിയോടെൻസിൻ 1 ഇനാക്റ്റീവ് ആണ്. പാവം നല്ല ആൾ ഇനാക്റ്റീവ് ആണ്, ആൾ ആക്റ്റീവ് ഒന്നുമല്ല. പിന്നെ ആള് ആൻജിയോടെൻസിൻ കൺവേർട്ടേഴ്സ് എൻസൈം ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റിയ ആൾ വളരെ ആക്റ്റീവ് ഉള്ള ആളാണ്. ഓക്കെ, ആള് ഭയങ്കര ആക്റ്റീവാണ്. ആളെന്ത് ചെയ്യും? നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് ആൽഡോസ്റ്റിറോൺ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ADH, CNSന്റെ അവിടെ വാസോപ്രസിൻ പ്രൊഡക്ഷൻ, ഇത് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന വെരി ആക്റ്റീവ് ഹോർമോണാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചത് ശരിയായതാണ് അല്ലേ? ശരിയായത് ഏതാണ്? ആൻജിയോടെൻസിൻ 2 സോഡിയം റീഅബ്സോർപ്ഷനെ സഹായിക്കുക ചെയ്യുന്നത്, അത് പ്രിവെന്റ് ചെയ്യുന്ന പറഞ്ഞ തെറ്റ്. ആൻജിയോടെൻസിൻ 2 ഈസ് എ പ്രിക്കോഴ്സർ ഓഫ് ആൻജിയോടെൻസിൻ 1 അല്ലേ? 1ൽ നിന്നാണ് 2 ഉണ്ടായത്. ഇനി ആൻജിയോടെൻസിനോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കിഡ്നീസ്. അപ്പോൾ അതും റോങ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? യെസ്, ആൻജിയോടെൻസിൻ 1 ഈസ് ഫിസിയോളജിക്കലി ഇനാക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരുന്നു? അത് ആൻജിയോടെൻസിൻ 1 ഇനാക്റ്റീവ് ആണ്. ആൻജിയോടെൻസിൻ 1ൽ നിന്നാണ് പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ആൻജിയോടെൻസിൻ 2 ഉണ്ടാവുന്നത്. ആദ്യം ആൻജിയോടെൻസിനോജൻ അല്ലേ, അത് കിഡ്നിയിൽ ഉണ്ടാവുന്നതല്ല, ലിവറിൽ ഉണ്ടാവുന്നതാണ്. അതിൽ നിന്നാണ് നമ്മുടെ ആൻജിയോടെൻസിൻ 1 ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്തിയല്ലേ. ആക്സിലറി ടെയിൽ ഓഫ് മാമറി ഗ്ലാൻഡ് ഈസ് നോൺ ആസ് എന്താണ്? വെസ്റ്റീജിയൽ ടെയിൽ ആണോ, മാമറി ടെയിൽ ആണോ, ടെയിൽ ഓഫ് പെക്ടറാലിസ് ആണോ, ടെയിൽ ഓഫ് സ്പെൻസ് ആണോ? എന്താണ് ഈ മാമറി ഗ്ലാൻഡിന്റെ ആക്സിലറി ടെയിലിനെ പറയുന്നത്? ഈ ഒരു പിക്ചർ നോക്കിയാൽ ഇതാണ് കേട്ടോ. അതിനെന്താ പറയണത്? ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ടെയിൽ നമ്മുടെ ബ്രസ്റ്റ് ഇരിക്കുന്നത് പെക്ടറാലിസ് മേജർ മസിലിന്റെ മേളിലാണ് അല്ലേ? അപ്പോൾ ഇതിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഈ ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിലറി ടെയിൽ അല്ലെങ്കിൽ ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറയുന്നു. അപ്പോൾ ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ടിഷ്യൂയുടെ ഒരു എക്സ്റ്റൻഷനാണ്, ആംപിറ്റിലോട്ട് പോകുന്നത് അല്ലേ? ഓക്കെ, അതിന് ഒരു നോർമലാണ് ആ ഒരു ഏരിയ. അപ്പോൾ നോർമൽ ഒരു ഏരിയ ആണത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് എവിടെയാണ്? അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് ഓഫ് ദ ബ്രസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ എക്സാമിനേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെയും ട്യൂമർ ഡെവലപ്പ് ചെയ്യാം, ഈ ഒരു എക്സ്റ്റൻഷനിലും ട്യൂമർ വരാം. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനെന്താ പറയണത്? ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറയുന്നു കേട്ടോ. ടെയിൽ ഓഫ് സ്പെൻസ് എന്നാണ് ആ ഒരു ഏരിയനെ നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ മേജർ ബ്ലഡ് വെസൽസ് വിച്ച് സപ്ലൈ ദ ലിവർ. ലിവറിന് സപ്ലൈ ചെയ്യുന്നതിൽ എക്സെപ്റ്റ് പോർട്ടാ ഹെപ്പാറ്റിസ് ആർട്ടറി, ഇന്റർലോബുലാർ ആർട്ടറി, ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ. പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലേ? ഏതാണ് ആൻസർ? അതെ, ഇന്റർലോബുലാർ. ബാക്കിയെല്ലാം പോർട്ടാ ഹെപ്പാറ്റിസ്, ഹെപ്പാറ്റിക്, പോർട്ടൽ വെയിൻ, ഇതെല്ലാം ലിവറിന് സപ്ലൈ ചെയ്യുന്ന ആളാണ്. ലിവറിന് സപ്ലൈ ചെയ്യാത്തത് ആരാണ്? ഇന്റർലോബുലാർ ആർട്ടറി ആണല്ലോ. ഓക്കെ, ലിവറിന്റെ മെയിൻ ആയിട്ട് രണ്ടിടത്തു നിന്നാണ് വരുന്നത് അല്ലേ? ഹെപ്പാറ്റിക് ആർട്ടറിയിൽ നിന്നും പോർട്ടൽ വെയിനിൽ നിന്നും. ഹെപ്പാറ്റിക് ആർട്ടറി എന്താണ്? ലിവറിലോട്ട് ഹാർട്ടിൽ നിന്ന് നല്ല ഓക്സിജൻ ഉള്ള ബ്ലഡ് കൊടുക്കും അല്ലേ? അതാണ് ലിവറിന്റെ 1/3 ബ്ലഡ് സപ്ലൈയും കൊടുക്കുന്നത്. ഇനി എന്താണ്?
ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ന്യൂട്രിയൻസും ഒക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലിവറിൽ പോകുന്നതാണ് ഈ പോർട്ടൽ വെയിൻ. അതാണ് നമ്മുടെ 2/3 ഓഫ് ദ ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഹെപ്പാറ്റിക് ആർട്ടറി, ഹെപ്പാറ്റിക് വെയിൻ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവറിൻ്റെ ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റർലോബുലാർ ആർട്ടറിയും സെഗ്മെന്റൽ ആർട്ടറിയൊക്കെ എവിടെയാണ് വരുന്നത്? കിഡ്നിയിൽ വരുന്നതാണ് അല്ലേ. ഇനിയും ചോദിക്കാം, റീനൽ ആർട്ടറി, സെഗ്മെന്റൽ ആർട്ടറി, ഇന്റർലോബാർ ആർട്ടറി, ആർക്വേറ്റ് ആർട്ടറി, ഇതൊക്കെ എവിടെ വരുന്നതാ? കിഡ്നിയിലാണ്, ലിവറിലല്ല അല്ലേ. ആർക്വേറ്റ്, സെഗ്മെന്റൽ, ഇന്റർലോബാർ ഒക്കെ എവിടെ വരുന്നതാ? കിഡ്നിയിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ കണ്ടു അല്ലെ, പോർട്ടൽ ട്രയാഡിൽ വരുന്നതാണ് ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ, ബൈൽ ഡക്റ്റ് ആണല്ലോ. ഇനി വേറെ 2 ടേം ഒരു എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തതാണ്, അഥവാ ചോദിച്ചാലോ, എന്താണ് ഈ പോർട്ടാ ഹെപ്പാറ്റിസ്? പോർട്ടാ ഹെപ്പാറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിലുള്ള ഒരു ഫിഷറാണ്. നമ്മുടെ ലിവറിലെ മേജർ ആയിട്ടുള്ള നമ്മൾ ഹെപ്പാറ്റിക് ആർട്ടറി, ഹെപ്പാറ്റിക് വെയിൻ, പോർട്ടൽ, നമ്മുടെ ഹെപ്പാറ്റിക് ഡക്റ്റ്, പോർട്ടൽ വെയിൻ ഒക്കെ പറഞ്ഞില്ലേ, ഇതെല്ലാം ഇത് ഉള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ഒരു ഫിഷർ ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പോർട്ടാ ഹെപ്പാറ്റിസ് അല്ലെങ്കിൽ ഹൈലം ഓഫ് ദ ലിവർ എന്ന് പറയുന്നത്. അത് ലിവറിന്റെ ഇൻഫീരിയർ സർഫസിലാണ് കേട്ടോ. അത് അഥവാ ചോദിച്ചാൽ മനസ്സിലാക്കി വെച്ചോളൂ, നമ്മളത് ലിവർ പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, അത് ലിവറിലെ മേജർ ബ്ലഡ് വെസൽസിനെ ലിവറിലോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫിഷറാണ് കേട്ടോ, പോർട്ടാ ഹെപ്പാറ്റിസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, വിച്ച് ഇസ് എ ലാർജസ്റ്റ് ബ്രാഞ്ച് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ്? ബ്രേക്കിയൽ പ്ലെക്സസിന്റെ ഏറ്റവും ലാർജസ്റ്റ് ബ്രാഞ്ച് ഏതാണ്? മീഡിയൽ നെർവ്, അൾനാർ നെർവ്, റേഡിയൽ നെർവ്, ആക്സിലറി നെർവ്. ഏതാണ് ലാർജസ്റ്റ് ബ്രാഞ്ച്? അതെ, റേഡിയൽ നെർവാണ് ബ്രേക്കിയൽ പ്ലെക്സസിന്റെ ലാർജസ്റ്റ് നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിന്റെ അവിടെയുള്ള നെറ്റ്വർക്ക് ഓഫ് നെർവാണ് അല്ലെ. നമ്മുടെ മൂവ്മെന്റിനും അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡിലോട്ട്, അതിന്ന് ആംസിലോട്ട്, ഹാൻഡിലോട്ടും ഉള്ള സെൻസറി സെഗ്നൽ പോകാനൊക്കെ സഹായിക്കുന്ന നിരവധി നെർവ് ഉള്ള ഷോൾഡറിന്റെ അവിടെ ഏരിയനെയാണ് നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നത്. അവിടെ 5 മെയിൻ ടെർമിനൽ ബ്രാഞ്ചസ് ആണുള്ളത് കേട്ടോ, മിക്ക നമ്മുടെ മോട്ടോർ മൂവ്മെന്റ്, സെൻസറി എല്ലാത്തിനും വേണ്ടി. ഓക്കെ, അതിലാണ് നമ്മുടെ മസ്കുലോ ക്യൂട്ടേനിയസ്, ആക്സിലറി, റേഡിയൽ, മീഡിയൻ ആൻഡ് അൾനാർ നെർവ്. ഏതൊക്കെയാണ് അതിൽ വരുന്ന 5 എണ്ണം? മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്, ആക്സിലറി നെർവ്, റേഡിയൽ നെർവ്, മീഡിയൻ നെർവ്, അൾനാർ നെർവ്. ഇതിൽ ഏറ്റവും വലുതാരാണ്? റേഡിയൽ നെർവാണ്. അതൊരു മിക്സഡ് നെർവാണ് കേട്ടോ, മോട്ടോറും സെൻസറി ഇന്നർവേഷൻ കൊടുക്കുന്നു. ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമേ. ഒന്ന് മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്, ആക്സിലറി നെർവ്, റേഡിയൽ, മീഡിയൽ, അൾനാർ. അതിൽ റേഡിയൽ എന്ന് പറയുന്ന ഒരു മിക്സഡ് നെർവാണ്, അതുപോലെ അതാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസിൽ മസ്കുലോ ക്യൂട്ടേനിയസ്, ആക്സിലറി, മീഡിയൻ, റേഡിയൽ, അൾനാർ. ഇതാണ് ഏറ്റവും വലുതായിട്ടുള്ളത്, റേഡിയൽ ആണ്. നമ്മുടെ ഷോൾഡറിന്റെ അവിടെ സെൻസറി, മോട്ടോർ ഇതിനൊക്കെ സഹായിക്കുന്ന ബ്രേക്കിയൽ പ്ലെക്സസ് ഗ്രൂപ്പ് ഓഫ് നെർവ്സ് അല്ലേ, അതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അനാറ്റമി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അനാറ്റമിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ ഓരോ ഓപ്ഷൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഓരോ ഓപ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, മാക്സിമം MCQസും മോക്ക് എക്സാംസും എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഫയറോടുകൂടി തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സെഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.